കേരളത്തിലിപ്പോൾ 18% വയോജനങ്ങളുണ്ട്. അത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. ഏതാണ്ട് 2030 ആകുമ്പോഴത്തേക്കും അത് 30% വരെ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഈ വയോജന വകുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വയോജനങ്ങൾക്ക് എങ്ങനെയാണ് ഏതെല്ലാം രീതിയിലുള്ള പദ്ധതികൾ നടപ്പാക്കിയാൽ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയും എന്നാണ് സർക്കാരിൻ്റെ പദ്ധതിയിലുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമതായിട്ട് ഈ വയോജനങ്ങൾക്കെല്ലാം അനുദിനം വരുന്ന ആരോഗ്യ പ്രശ്നം ഒരു വലിയ പ്രശ്നമാണ്. അതാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അടിയന്തരമായി കേരളത്തിൽ നടപ്പാക്കണമെന്നാണ് ഒരു നിർദ്ദേശം എനിക്ക് പറയുവാനുള്ളത്. മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത് റിട്ടയർ ചെയ്തവർ, വയോജനങ്ങൾ, അവർക്കൊന്നും ഒരു തൊഴിൽ സാധ്യത ഇവിടെ കണ്ടുവരുന്നില്ല. സാമ്പത്തികമായി അവരെ സഹായിക്കാൻ ആരുമില്ല. നമ്മുടെ ഈ കേരളത്തിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന കോപ്പറേറ്റീവ് സെക്ടറിന് ഡയറക്ഷൻ കൊടുത്തുകൊണ്ട് അവർക്ക് ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാൻ, ചെറിയ പദ്ധതികൾ തുടങ്ങാൻ, ഇതിനുള്ള സാമ്പത്തിക സഹായം ഈ വയോജന വകുപ്പ് എന്ന് പറയുന്നത് കണ്ടെത്തി കോപ്പറേറ്റീവ് ബാങ്കുകൾ അല്ലെ മറ്റ് ബാങ്ക് വഴി കൊടുക്കുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അതാണ് മറ്റൊരു പ്രപ്പോസൽ. പിന്നെ ഇപ്പോൾ തന്നെ നമുക്കറിയാം, വയോജനങ്ങൾ ആരും ഇല്ല, അവരെ നോക്കാൻ ആരുമില്ല. അവരുടെ മക്കൾ വിദേശത്താണ്, അല്ലെ മക്കൾ അവരുടെ തൊഴിൽ തേടി മറ്റ് സ്ഥലങ്ങളിൽ പോയി. അപ്പോൾ ഞങ്ങളുടെ കൂടെ, വയോജനങ്ങളുടെ കൂടെ സർക്കാരുണ്ട്. അവർക്ക് ഓൺ ചെയ്യുവാൻ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ, സ്റ്റഡി ചെയ്യുവാൻ ഒരു പദ്ധതിയുണ്ട്, അല്ലെങ്കിൽ ഒരു സർക്കാരുണ്ട് എന്ന ഒരു തോന്നൽ ഈ വയോജന വകുപ്പിലൂടെ സാധിക്കണം. നമ്മുടെ NRIs ഉണ്ട്. ഈ NRIs തന്നെ അവരുടെ മക്കളൊക്കെ പല ഓൾഡ് ഏജ് ഹോമിലുമാണ്. അവർ എത്ര രൂപ വേണേലും മുടക്കാൻ തയ്യാറാണ്. അതിനൊരു സംവിധാനം, അതായത് ഇവരെ സംരക്ഷിക്കുവാൻ ഒരു സംവിധാനം സർക്കാർ തലത്തിലുണ്ടായാൽ ഒരു പാടും കൂടാതെ ഇവരെ എല്ലാം സംരക്ഷിക്കാൻ കഴിയും. ഈ പാലിറ്റീവ് കെയർ യൂണിറ്റുകൾ കേരളത്തിൽ പലയിടത്തുമുണ്ട്. അതിന് അവർക്ക് ഒരു ഹോം നേഴ്സ് കാണും, ഡോക്ടർ കാണും. അതൊക്കെ ചില സ്ഥലങ്ങളിൽ മാത്രം വളരെ വിരളമായിട്ട് ആംബുലൻസുകളുണ്ട്. എന്തുകൊണ്ട് സർക്കാർ ഈ പാലിറ്റീവ് കെയർ സ്ഥാപനങ്ങൾക്ക് ഒരു ആംബുലൻസ് വാങ്ങിക്കാനുള്ള ഒരു തുക ലോണായിട്ട് കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഈ പാലിറ്റീവ് കെയർ ശൃംഖല തന്നെ ഇവിടെ വളരെ വ്യാപിക്കും. ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം, പല പാലിറ്റീവ് കെയർ യൂണിറ്റുകളും തുടങ്ങിയിട്ട് സാമ്പത്തിക പ്രശ്നം, അവിടെ വരുന്ന സ്റ്റാഫിന് കൊടുക്കാനുള്ള പ്രശ്നം കാരണം സ്വയമേ നിന്നു പോവുകയാണ്. അപ്പോൾ അതിനൊരു സർക്കാർ പദ്ധതി അനുസരിച്ച് പിന്തുണ കൊടുത്താൽ തീർച്ചയായും ഈ മേഖലയും വികസിക്കും. വയോജനങ്ങൾക്ക് അതൊരു വലിയ അനുഗ്രഹമായി മാറും.